ഈ അമേരിക്കയും സൂട്ടും കോട്ടും പിന്നെ വൈസ് പ്രസിഡൻറ്റും പിന്നെ ട്രംപും പിന്നെ നെതന്യാഹുവും എന്നൊക്കെ കേൾക്കുമ്പോൾ കാലുവഴിയെ മുള്ളുന്ന ഒരുപാട് തമ്പുരാക്കന്മാരെ കണ്ടിട്ടുണ്ടാവും. അതിന് ഓശാന പാടുന്ന ഒരുപാട് തമ്പുരാക്കന്മാരുടെ ഭൃത്യന്മാരെയും കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിലപാടുകളിൽ ഉറച്ച് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഉഡായിപ്പിലൂടെ ചുളുവിലൂടെ ഒന്നും വഹിച്ചുകൊണ്ട് പോകൽ എളുപ്പമല്ല. ഇസ്ലാമാബാദ് ചർച്ച 21 മണിക്കൂറിന് ശേഷം പരാജയപ്പെട്ടു, കൺസെൻസസിലെത്താനായില്ല, എഗ്രിമെൻറ്റിലെത്താനായില്ല എന്ന് പറഞ്ഞ് JD വാൻസ് അവിടെ നിന്നും മടങ്ങി. ഇറാൻ സംഘവും മടങ്ങി. അതിൻ്റെ ചരിത്രം പറയണമെങ്കിൽ കുറേ കൂടി പഴയ ചരിത്രം പറയണം. 75കളിൽ അന്നത്തെ ഷാ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ UK അദ്ദേഹത്തെ അവിടുത്തെ അന്നത്തെ രാജ്ഞി ക്ഷണിച്ചുകൊണ്ട് പോയി. അവിടുത്തെ സൈന്യത്തിനെ ഒക്കെ കാണിച്ചു. ആ കാണിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവരെയൊക്കെ കാണുമ്പോൾ ഈ ഇറാനിയൻ ഭരണകൂടത്തിന് തോന്നണം, എന്ത് ഭയങ്കരമായ സൈന്യമൊക്കെ ഇത്രയേ ഉള്ളവരാണല്ലോ ഈ പറയുന്നത് പോലെ ഞങ്ങൾ, മറിച്ച് ഇറാൻ ഇതൊന്നും ഇല്ലല്ലോ എന്നൊരു ബോധം ഉണ്ടാവണം. ചില ആളുകൾ ഈ മുട്ടൻ വീടൊക്കെ വെച്ചിട്ട് സാധാരണക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് കിടന്ന് കാണിക്കുമല്ലോ, ഇതിങ്ങനെ അവിടെ നിന്നാണ്, ഇത് ജർമ്മനിയിൽ നിന്നാണ്, മറ്റേത് UK ആണെന്നൊക്കെ പറയുന്ന കുറേ പ്രാഞ്ചിമാരും അല്പന്മാരും ഉണ്ടല്ലോ. അതുപോലത്തെ ഒരു അല്പത്തരം അന്ന് UK രാജ്ഞി അവരുടെ പ്രതാപകാലത്ത്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ഇതൊക്കെ നോക്കി നടന്നു. അവിടെ ചെന്നിറങ്ങി നോക്കി നടന്നപ്പോൾ രാജ്ഞി ചോദിച്ചു ഇദ്ദേഹത്തിനോട്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ സൈന്യം കണ്ടിട്ട്? ഇത് പുസ്തകത്തിലുണ്ട്, അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് മറുപടി പറയും എന്ന് കൂടെ നിന്നവരിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നു. എന്ന് വെച്ചാൽ അതിനെ മോശമാക്കുമോ, അല്ലെ നമ്മുടെ തീരെ ഇല്ലെന്ന് പറയുമോ, അയ്യോ ഇതിൻ്റെ മുമ്പിൽ ഞങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറയുമോ എന്നൊക്കെയാണ് ശങ്കിച്ചത്. അപ്പോൾ നസറുദ്ദീൻ ഷാ വളരെ പക്വതയോടെ ഇതെല്ലാം നോക്കി കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സൈന്യം തീരെ ചെറുതാണ്, വളരെ ചെറുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ രാജ്യത്ത് ആണും പെണ്ണുമായി ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ, അസ്തിത്വത്തെ ആരെങ്കിലും ആക്രമിക്കുന്നെന്ന് തോന്നിയാൽ ഞങ്ങൾ മതപരമായ ഒരു ഫത്വ പുറപ്പെടുവിക്കും. പിന്നെ സംഭവിക്കുക, മുഴുവൻ മനുഷ്യരും പട്ടാളക്കാരായി മാറി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. ഇത് 1970കളിലെ സംഭാഷണമാണ് ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായത്. ഞാൻ പറഞ്ഞത്, അത്രമേൽ വീര്യമുണ്ട് അവരുടെ ഉള്ളിൽ. നമ്മളീ മന്ദിരാജാക്കന്മാരെയും മന്ദിത്തമ്പുരാക്കന്മാരെയും കാണുന്ന രീതിയിൽ അവരെ കാണാനാവില്ല. ചർച്ചയിൽ മുന്നോട്ട് വെച്ച ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രണ്ടാവശ്യം, അതാണ് ഇറാൻ പറഞ്ഞത്. യുദ്ധത്തിലൂടെ നേടാനാവാത്തത് ചർച്ചയിലൂടെ സ്വന്തമാക്കാൻ അമേരിക്ക ശ്രമിച്ചു എന്ന് പറയുന്നത്. അമേരിക്ക വിചാരിച്ചത് ഇങ്ങനെ പറന്ന് ഇവിടെ വന്ന് ഇറങ്ങി ഇതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും കേട്ട് അംഗീകരിക്കുമെന്നാണ്. ഒന്ന് വേണ്ടത് ഹോർമിസ് കടലിടുക്കിന് അന്താരാഷ്ട്ര നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ കൊടുക്കണം കടലിടുക്ക്. എന്തിനാണ് അത് വാങ്ങുന്നത്? നീതിയോ ന്യായമോ സത്യമോ ഉള്ളവന്മാരാണോ? അല്ല. അത് വാങ്ങിച്ചിനി മേലിൽ ഇറാനെ ആക്രമിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നവന്മാരാണോ? അല്ല. അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവന്മാരാണോ? അല്ല. എല്ലാ കരാറുകളും എപ്പോഴും ലംഘിക്കുകയും റദ്ദാക്കുകയും ചെയ്യാൻ സർവാധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ലോകത്തിലെ ഒരു വിഭാഗമാണ് യമനും ഇസ്രയേലും. അപ്പോൾ പിന്നെ അതിൽ വല്ല കാര്യമുണ്ടോ? ഇറാൻ പറഞ്ഞത് തൊപ്പിയിലിരിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആവശ്യം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് നീക്കം ചെയ്യണം. അതാണ് രണ്ടാമത്തെ ആവശ്യം. തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾക്കെല്ലാം ആകാം, ഇവർക്ക് രണ്ടുപേർക്കും അണുവായുധമാകാം. ജർമ്മനിക്ക് വേണമെങ്കിൽ 30 ദിവസം കൊണ്ട് അത് ഉണ്ടാക്കാം. ഫ്രാൻസും UK അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ കയ്യിലൊന്നും ഉണ്ടാവരുത്. എന്താ ഉണ്ടാവാത്തതിൻ്റെ കാരണം? ഇവർ ലോകത്തിനെ ആക്രമിക്കും എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഇവരെ അറഞ്ചം പുറഞ്ചം എപ്പോഴും അടിക്കണം. അടിക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് അടി കിട്ടരുത്. അതെന്ത് നീതിയാണ്? ഇന്ത്യയുടെയിലും പാകിസ്ഥാൻ്റെയിലും ഉണ്ട് അണുവായുധം. രണ്ടുപേരും മാന്യമായിട്ടാണ് ഇതുവരെ അത് ഉപയോഗിക്കുന്നത്. ഈ ട്രംപ് എന്ന് പറയുന്ന പൊട്ടം മാത്രമാണ് യുദ്ധം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അണുവായുധം പ്രയോഗിച്ച് കളഞ്ഞേനെ എന്നൊക്കെ. അങ്ങനെയൊന്നും ഒരു രാജ്യവും ആലോചിച്ചത് പോലുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് അതാണ് സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് പരാജയപ്പെട്ടത്. ബാക്കി കാര്യമൊക്കെ സുഡാപ്പിക്കൽസും ഉടാപ്പിക്കൽസും ഒക്കെയാണ്. പക്ഷേ ഈ രണ്ട് കാര്യം തപ്പിക്കൊണ്ട് പോകാനായിട്ടാണ് വന്നത്. ഒന്നും തപ്പാനൊക്കാതെ തൊപ്പിയും ഇട്ട് തിരിച്ചുപോയി.
അതാണതിൻ്റെ അന്തിമ ഫലം.